ശരിക്കും ഈ പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയ കഥ നമ്മൾ കുഞ്ഞിളം കാലം മുതൽ കേട്ട് തുടങ്ങിയല്ലേ. ആ പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണാണല്ലോ, പക്ഷെ ആ പെണ്ണ് സ്വാലിഹത്തല്ല. അതുകൊണ്ടാണല്ലോ നരകത്തിലെത്തി. എന്തുകൊണ്ട്? കടപ്പാട് നിർവഹിക്കുന്നിടത്ത്, സൃഷ്ടികളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നിടത്ത് പരാജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നുണ്ട്, അധിക പേരും എങ്ങനെയാണ് നബിയെ സ്വർഗത്തിലെത്തുക? അതിന് തങ്ങൾ നൽകുന്ന മറുപടി തഖ്വല്ല, നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹിനോടുള്ളത് ക്ലിയർ ചെയ്യുക. വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം ഉണ്ടാവും രണ്ടാമത്തത്. കണ്ടോ? വേറൊരു സ്വഹാബി, എനിക്കൊരു ഉപദേശം തരാമോ? തങ്ങളുടെ മറുപടി ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, ഒന്നാമത്തത്. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറും. ഇതെന്തിനാ രണ്ടും ഒന്നിച്ച് പറയണത്? അതിന് മഹാന്മാർ നൽകുന്ന വിശദീകരണം, പലർക്കും നല്ല ഇബാദത്തൊക്കെ ഉണ്ടാവും, പക്ഷെ പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ടാവും. മറ്റു ചിലർ നേരെ തിരിച്ചായിരിക്കും, നല്ല പകൽമാന്യനായിരിക്കും, ആൾക്കാരോട് ചിരിയും മറ്റും, പക്ഷേ നിസ്കാരം ഉണ്ടാവില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഈ രണ്ട് ഭാഗവും കൂടി ബാലൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാൽ അയാൾ സ്വാലിഹായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് ആരും ബുദ്ധിമുട്ടാകാൻ പാടില്ല. അതാണ് പ്രധാനം, ഏറ്റവും പ്രധാനം. എന്നെക്കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടരുത്. ശരിക്കും ഈ പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയ കഥ നമ്മൾ കുഞ്ഞിളം കാലം മുതൽ കേട്ട് തുടങ്ങിയല്ലേ. ആ പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണാണല്ലോ, പക്ഷെ ആ പെണ്ണ് സ്വാലിഹത്തല്ല. അതുകൊണ്ടാണല്ലോ നരകത്തിലെത്തിയത്. എന്തുകൊണ്ട്? കടപ്പാട് നിർവഹിക്കുന്നിടത്ത്, സൃഷ്ടികളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നിടത്ത് പരാജയം. പൂച്ചനെ ഒരാൾക്ക് വളർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, കൂട്ടിലിടുന്നതിനും പ്രശ്നമില്ല, പക്ഷെ തീറ്റ കൊടുക്കണം. എല്ലാ പൂച്ചക്കും നമുക്ക് തീറ്റ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ വൈക്കെങ്കിലും വിടണം. ഇത് കെട്ടിയിടുകയും ചെയ്യാം, ഭയങ്കര ബുദ്ധിമുട്ടായി. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ തൊട്ട് താഴെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ കുറേ ടോയ്സ് എടുത്ത് കളിച്ച്, സൈക്കിൾ ഓടിച്ച്, പിന്നെ കാർ ഓടിച്ച്, അതിൻ്റെ ഒച്ചപ്പാട് കൊണ്ട് താഴെയുള്ള ആൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ കുറേ ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? വേണ്ടേ? പ്രശ്നമാണല്ലോ. നമ്മൾ സ്വാലിഹാവുന്നില്ല. ഒരു പരിപാടിയുടെ ഇടയിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കോള് വന്നു, ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ. മോനെ കോണിപ്പടിയിൽ നിന്ന് വീണിട്ടുള്ളത്, തീരെ സംസാരിക്കുന്നില്ല, എനിക്കാകെ ബേജാറാകുന്നു. വൈഫായിരിക്കും വിളിക്കുന്നുണ്ടാവും. ഇയാൾ വേഗം പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എവിടെയാണോ നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇയാളുടെ ബൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം പല ബൈക്കും കാറും അലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും നല്ല മനുഷ്യന്മാരല്ല. വന്നത് ആത്മീയ മജ്‌ലിസിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് ബുദ്ധിമുട്ടായല്ലോ.